ഇൻഫിനിറ്റി എന്നുള്ളൊരു ഇതാണ്. മീൻസ് അത് അവസാനിക്കുന്നില്ല. അതേമാതിരി തന്നെ മെറ്റാവേഴ്സ് എന്ന് പറഞ്ഞാൽ മെറ്റ എന്ന് പറയുന്നത് ബിയോണ്ട്. ബിയോണ്ട് എന്ന് ഒരു ബിയോണ്ട് എന്നൊരു അർത്ഥത്തെ സൂചിപ്പിക്കുന്നതാണ് മെറ്റ. വേഴ്സ് എന്ന് പറയുന്നത് യൂണിവേഴ്സിന്റെ അബ്രിവേഷനിൽ നിന്ന് വരുന്നതാണ്. ഒരു വേൾഡ് എന്നുള്ളൊരു യൂണിവേഴ്സ് എന്ന് പറഞ്ഞ ഒരു അബ്രിവേഷനിൽ നിന്ന് വരുന്നതാണ് വേഴ്സ്. അപ്പൊ നമ്മൾ അതിനെ വായിച്ചു കഴിഞ്ഞാൽ ബിയോണ്ട് യൂണിവേഴ്സ് എന്ന് നമുക്ക് വായിക്കാം, ലോകത്തിന് അപ്പാർപ്പെട്ടത്. അതേമാതിരി മെറ്റാവേഴ്സിൽ നമ്മൾ എന്താ പറയുന്നത്? എനിത്തിങ് ആൻഡ് എവറിത്തിങ് ഈസ് പോസിബിൾ ഇൻ മെറ്റാവേഴ്സ്. നമുക്ക് ഈ ലോകത്തിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം അതിന്റെ ഉപരിയും നമുക്ക് മെറ്റാവേഴ്സിൽ പോസിബിൾ ആണ്. ഇനി മെറ്റാവേഴ്സ് പറയുന്നത് ടെക്നിക്കലി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മെർജിങ് ഓഫ് 3D എനാബിൾഡ് ഡിജിറ്റൽ സ്പേസ് എന്ന് പറയാം. നമുക്ക് ഒരു മെർജിങ് ഓഫ് 3 ഡയമെൻഷണൽ എനാബിൾഡ് ഒരു ഡിജിറ്റൽ സ്പേസ് എന്ന് പറയാം. അത് 2 ടെക്നോളജി നന്നായി യൂസ് ചെയ്യുന്നുണ്ട്. വെർച്വൽ റിയാലിറ്റി VR എന്ന് പറയുന്നത്, ഓഗ്മെന്റഡ് റിയാലിറ്റി AR എന്ന് പറയുന്നതും, ഈ 2 കാര്യങ്ങൾ അത് നന്നായി യൂസ് ചെയ്യുന്നത്. പിന്നെ അതിന്റെ മെറ്റാവേഴ്സ് എന്ന് പറയുന്നത് Web3 കീഴിലാണ് വരുന്നത്. Web3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വാൻസ്ഡ് ഇന്റർനെറ്റ് ടെക്നോളജിയാണ്. ഇപ്പോൾ നമ്മൾ Web 2.0 അഡ്വാൻസ്ഡ് ടെക്നോളജിയിലാണ് നമ്മൾ ഇരിക്കുന്നത്. അതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ സോഷ്യൽ മീഡിയയും. ഫേസ്ബുക്ക് ആവട്ടെ, ലിങ്ക്ഡിൻ ആവട്ടെ, ട്വിറ്റർ ആവട്ടെ, നമ്മൾ യൂസ് ചെയ്യുന്ന ഏതൊരു ഇൻസ്റ്റ ആവട്ടെ, ഏതൊരു ഇതും നമ്മൾ യൂട്യൂബ് ആവട്ടെ, ഇതെല്ലാം വരുന്നത് Web 2.0 അഡ്വാൻസ്ഡ് ആണ്. ഇതിൽ മെറ്റാവേഴ്സിൽ അഡ്വാൻസ്ഡ് ഇന്റർനെറ്റ് ടെക്നോളജി 3 എന്നുള്ള ഇതിലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അത് സെമി കണ്ടക്ടർ ടെക്നോളജി അത് എന്താണെന്നുള്ളത് നമുക്ക് പറയാം. അത് ഇത് മെയിൻലി എന്ത് ചെയ്യുന്നു? allow people to have life-like personal and business experience online. മെറ്റാവേഴ്സിന്റെ മെയിൻ എന്നത് നമ്മളെ ഒരു ഓൺലൈനിൽ കൂടി റിയൽ ലൈഫ് നമ്മുടെ എങ്ങനെയാണോ നമ്മൾ ഇപ്പോൾ ഒരാളെ കണ്ട്, ഇപ്പൊ നമ്മൾ ഈ മീറ്റിംഗ് ഓഫ്ലൈൻ ആണെന്ന് വിചാരിക്കുക, നമ്മളെല്ലാം ഞാൻ സ്റ്റേജിൽ ഇങ്ങനെ സംസാരിക്കുന്നു, നിങ്ങളെല്ലാം ചെയറിലിരുന്ന് ഈ മീറ്റിംഗ് വീക്ഷിക്കുന്നു. ഇതേമാതിരി നമുക്ക് മെറ്റാവേഴ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? വെർച്വൽ വേൾഡിൽ ഞാൻ അവതാറായിട്ട് സ്റ്റേജിലിരിക്കുന്നുണ്ടാവും. ഞാൻ ഡിസൈൻ ചെയ്യുന്ന ആ വേൾഡിൽ നിങ്ങളെല്ലാം വന്നിരിക്കുന്നുണ്ടാവും. അതൊരു ടോക്കൺ. നമ്മൾ എങ്ങനെയാണോ ഓഫ്ലൈൻ മീറ്റിംഗ് അങ്ങനെ നേരിൽ കണ്ട് നടത്തുന്നത്, അതേമാതിരി നമുക്ക് നേരിട്ട് കണ്ട് നടത്താം. അതാണ് ഇറ്റ് അലൗസ് പേഴ്സണലായിട്ടും ലൈക്ക് പേഴ്സണൽ ഒരു ചെറിയൊരു കാര്യത്തിന് നമുക്ക് പേഴ്സണലായിട്ട് സംസാരിക്കാനും ബിസിനസ് ആയിട്ടും നമുക്ക് ഓൺലൈനിൽ നമുക്ക് ഇത് നടത്താം. മെറ്റാവേഴ്സ് എന്ന് പറയുന്നത് ഉത്ഭവിക്കുന്നത് 1992 മെറ്റാവേഴ്സിന്റെ ആദ്യത്തെ ഒരു ഉത്ഭവം. ഒരു വെർച്വൽ ഇതിൽ നിന്ന് വരുന്നത് 1992 അത് മേജറായിട്ട് ഡെവലപ്പ് ആവുന്നത് 2011 അതൊരു മേജറായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് തന്നെ 1960s തന്നെ ഡിസ്നി, മെക്കൻസി ആൻഡ് ഡിസ്നി എന്ന് പറയുന്നതിൽ, മെക്കൻസി ആൻഡ് ഡിസ്നി എന്നെല്ലാം പറയുന്ന JP മോർഗനെ പോലെയുള്ള ഫിനാൻഷ്യൽ ഇവാലുവേഷനുള്ള വലിയ വലിയ കമ്പനിയാണ്. അതിൽ ഡിസ്നി എന്ന് പറയുന്നത് വാൾട്ട് ഡിസ്നി ഉണ്ടാവും. അതിന് തന്നെ ഈ ഒരു പല ക്യാരക്ടർ നാളെ ഫ്യൂച്ചറിൽ മെറ്റാവേഴ്സ് ഇങ്ങനത്തെ ഒരു വെർച്വൽ വേൾഡിൽ വരും എന്ന് 1960s പ്രതിപാദിച്ചിരുന്നു. 1992 അതിനൊരു വെർച്വൽ ഒരു ബിസിനസ് അമേരിക്കയിലുള്ള റോക്ലി എന്ന് പറയുന്ന ഒരു ബിസിനസ്സിലേക്ക് വേണ്ടിയിട്ട് ഇതൊരു വെർച്വൽ വേൾഡിലേക്ക് ഒരു ബിസിനസ് ആയാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു ഡെവലപ്മെന്റ് വന്നായിരുന്നു. അതിനെ ഇൻസ്പയർ ആക്കിയിട്ടാണ് ഗൂഗിളിൽ നമ്മൾ ഇന്ന് കാണുന്ന ഗൂഗിൾ എർത്തും ഗൂഗിൾ മാപ്പും ഒക്കെ ഡെവലപ്പ് ആവുന്നത്. ഈ 1992 റോക്ലി എന്ന് പറഞ്ഞ അങ്ങേര് ഒരു ബിസിനസ്സിന് വേണ്ടി ഡെവലപ്പ് ചെയ്ത് ഒരു വെർച്വൽ വേൾഡ് ഡെവലപ്പ് ചെയ്ത് ബേസ് ചെയ്തിട്ടാണ് ഗൂഗിൾ എർത്ത്, ഗൂഗിൾ മാപ്പ് ഒക്കെ ബേസ് ചെയ്ത് ഡെവലപ്മെന്റ് വന്നത്. 2011 ഇത് ബിസിനസ്സിലേക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമെന്ന് US അത് കഴിഞ്ഞ് പല മാറ്റങ്ങളിലാണല്ലോ ഓരോ ഡെവലപ്മെന്റ് വരുന്നത്. ബിറ്റ്കോയിന്റെ യൂട്ടിലിറ്റി മനസ്സിലാക്കിയത് ബിറ്റ്കോയിൻ പിസ്സ ഡേ എന്ന് പറഞ്ഞൊരു ഡേ തന്നെയുണ്ട്. ഒരു പിസ്സ ഹട്ടിൽ പോയിട്ട് ഒരു ഫാമിലി
ബിറ്റ് കോയിൻ കൊടുത്ത് പിസ വാങ്ങിച്ച് അതിന് പിസ വാങ്ങിക്കാനുള്ള യൂട്ടിലിറ്റി ആകും എന്ന് പറഞ്ഞ് മനസ്സിലായപ്പോഴാണ് ബിറ്റ് കോയിന്റെ യൂട്ടിലിറ്റി അത്രയ്ക്കും വർദ്ധിച്ചത്. അതേമാതിരി ഈ ടെക്നോളജി 2015 ഇത് ബിസിനസ്സിലും ഇതിലും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അന്ന് 2015 മനസ്സിലാക്കിയത്. ഇപ്പോഴും മെറ്റാവേഴ്സ് എന്ന് പറഞ്ഞ ഈ 2024 പറയുന്നത് മെറ്റാവേഴ്സ് എന്ന് പറയുന്നത് അതിന്റെ ഫ്ലോട്ടിംഗ് സ്റ്റേജിലാണെന്ന് പറയുന്നത്. 2024 മെറ്റ എങ്ങനെയാണോ നമ്മുടെ CVC മെറ്റ അതിന്റെ ബഡ്ഡിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത്, ഇന്ന് നമ്മുടെ മെറ്റാവേഴ്സ് ബഡ്ഡിംഗ് സ്റ്റേജിലാണെന്ന് പറയുന്നത്. 2040 ഞാൻ മുമ്പ് മീറ്റിംഗിൽ പറഞ്ഞ 2040 ഒരു വീഡിയോ ഉണ്ട്, നമ്മൾ അടുത്ത മീറ്റിംഗിൽ ഞാനത് ഷെയർ ചെയ്യാം. 2040 ഓരോരോ ജീവിതത്തിന്റെ എല്ലാ ഭാഗവും മെറ്റാവേഴ്സും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആവും എന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ ചെയ്യുന്ന എല്ലാ ബിസിനസ്സുകളും കാര്യങ്ങളും എല്ലാം നമുക്ക് മെറ്റാവേഴ്സും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൂടെ ആയിരിക്കും നടക്കുന്നത്. പിന്നെ ഇപ്പോൾ മെറ്റാവേഴ്സ് എന്ന് പറയുന്നത് 2021 ഏറ്റവും കൂടുതൽ മെറ്റാവേഴ്സ് എന്ന് പറഞ്ഞൊരു വാക്ക് ഗൂഗിൾ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്തതാണ് പെട്ട ഒരു വാക്കാണ്. അന്ന് ഇത് ഇന്റർനെറ്റ് സെർച്ചില് 7200% ഓഫ് ഹൈക്ക് ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യപ്പെട്ട വാക്കാണ്. മോർ ദാൻ ഇപ്പോൾ ഓൾ ഓവർ വേൾഡില് 60% ഓഫ് ബിസിനസ്സിലും കൺസ്യൂമർ എക്സ്പീരിയൻസിലും മെറ്റാവേഴ്സ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏതൊക്കെ മേഖലയിലാണ് മെറ്റാവേഴ്സ് ട്രാൻസാക്ഷൻ ടൈമോ അത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഷോപ്പിങ്ങിന് ഏറ്റവും കൂടുതൽ മെറ്റാവേഴ്സ് യൂസ് ചെയ്യുന്നു. പിന്നെ ഡേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല പാശ്ചാത്യ രാജ്യങ്ങളിലും ഒരു വെർച്വൽ വേൾഡിലാണ് ഫ്രണ്ട്സിനെ കാണുന്നതും വേണ്ടപ്പെട്ടവരെ കാണുന്നതും. മെറ്റാവേഴ്സിൽ വെഡിങ് തന്നെ അമേരിക്കയിൽ ഹോസ്റ്റ് ചെയ്ത ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അപ്പൊ അങ്ങനത്തെ പല മേഖലയിലും മെറ്റാവേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. വർക്കിങ്ങിന് ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഓൺലൈൻ ഈ മെയിൻലി പാൻഡമിക് ടൈമിലൊക്കെ ഓൺലൈൻ ക്ലാസ് നടന്നു, അതേമാതിരി പല കമ്പനീസ് മെറ്റാവേഴ്സിൽ വർക്ക് ചെയ്യുന്ന അവതാറായിട്ട് പോകുന്നു, വർക്ക് ചെയ്യുന്ന ഒരു ഇതുണ്ട്. 2021 മെറ്റാവേഴ്സ് ഓൾ ഓവർ ഇത് $10 ബില്യൺ ഇൻഡസ്ട്രി ആണ് പറയുന്നത്. 2022 ഒരു വർഷം കൊണ്ട് അത് $120 ബില്യൺ ഇൻഡസ്ട്രി ആയി. 2030 അത് $5 ട്രില്യൺ വാല്യൂ ഇൻഡസ്ട്രി ആയിട്ട് മാറും എന്നാണ് പറയുന്നത്. അതിന്റെ ഗ്രോത്ത് റേറ്റ് നിങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാക്കുക. 2021 $10 ബില്യൺ ആണെങ്കിൽ 2022 $120 ബില്യൺ ആണ് അതായത്. 2030 അത് $5 ട്രില്യൺ ഇതിലേക്ക് വാല്യൂ ഇതിലേക്ക് മാറും. അതൊരു വലിയൊരു ബിഗ് ഓപ്പർച്യൂണിറ്റിയാണ്, അത് ഇഗ്നോർ ചെയ്യാൻ പറ്റുന്നില്ല. ഇത്രയും വലിയൊരു ഇതാണ്. അത് വളരെ ഡിജിറ്റലായിട്ടും കാര്യങ്ങളിലൊക്കെ എല്ലാം അത് യൂസ് ചെയ്യുന്നുണ്ട്. മെയിൻലി മെറ്റാവേഴ്സിൽ യൂസ് ചെയ്യുന്ന ടെക്നോളജി എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂസ് ചെയ്യുന്നുണ്ട്, ഓഗ്മെന്റഡ് റിയാലിറ്റി AR വെർച്വൽ റിയാലിറ്റി യൂസ് ചെയ്യുന്നുണ്ട്, സൈറ്റലൈറ്റ് കമ്പ്യൂട്ടിംഗ് ഇതെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. മെറ്റാവേഴ്സിലേക്ക് നമ്മൾ അവതാറായിട്ടാണ് ഇല്ല, അതിന് അനേകം ഗാഡ്ജറ്റ്സ് നമുക്ക് ആവശ്യമുണ്ട്. അത് നമ്മൾ എന്താണ് എക്യുപ്മെന്റ്സ് എന്നുള്ള ഒരു മീറ്റിംഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അടുത്ത മീറ്റിംഗിൽ നമ്മൾ ആ ഗാഡ്ജറ്റ്സിനെ കുറിച്ചൊക്കെ നമുക്ക് പറയാം. മെറ്റാവേഴ്സിൽ നമുക്ക് വരുന്ന 3 തരം ഒരു എക്സ്പീരിയൻസ് ആണ്. സെൻസ് ഓഫ് ഇമേർഷൻ എന്ന് പറയും. നമ്മൾ റിയൽ ആയിട്ട് ഒരു വേൾഡിലേക്ക് നമ്മുടെ ഫിസിക്കൽ വേൾഡ് വെർച്വൽ വേൾഡിലുള്ളതായിട്ടുള്ള സെൻസിറ്റീവ് ഇമേഷൻ ഉണ്ടാവും. റിയൽ ടൈം ഇന്ററാക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റ് നമ്മൾ ഒരാളെ കണ്ട് സംസാരിക്കുന്ന റിയൽ ടൈമിൽ സ്റ്റേക്കൻഡ് ചെയ്യുക, കണ്ട് സംസാരിക്കുക, ഡീൽ സൈൻ ചെയ്യുക, ഇതെല്ലാം വരിക. പിന്നെ യൂസർ ഇന്റർഫേസ് എക്സ്പീരിയൻസ്, നമുക്ക് ഓരോരോ കാര്യങ്ങൾ ഇപ്പോൾ ഒരു ഷോപ്പിലേക്ക് പോകണമെങ്കിൽ അതിൻ്റെ അകത്ത് റൈറ്റ് ടേൺ ചെയ്യണമെങ്കിൽ റൈറ്റ് ടേൺ ചെയ്യുക, അവിടെ കസ്റ്റമർ ഡെസ്കിൽ സംസാരിക്കണമെങ്കിൽ സംസാരിക്കുക, ഒരു റാക്കിൽ നിന്ന് നമുക്കൊരു ഒരു കാര്യങ്ങൾ എടുക്കണമെങ്കിൽ ജാം ബോട്ടിൽ എടുക്കണമെങ്കിൽ അതെടുക്കാം, സോപ്പ് ബോട്ടിൽ എടുക്കണമെങ്കിൽ എടുക്കാം. നമ്മളൊരു ബിസിനസ്സിലേക്കാണ് പോയിരിക്കുന്നത്, ഒരു മെറ്റാവേഴ്സ് ഷോയിലേക്കാണ് പോയിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു എക്സ്പീരിയൻസ് എല്ലാം യൂസർ ഇന്റർഫേസ് എക്സ്പീരിയൻസ് ആണ്. ഈ 3 കാര്യങ്ങളാണ് നമുക്ക് മെയിൻലി വരുന്നത്. ഇനി മെറ്റാവേഴ്സിൽ ഒരു ഡിഫറെന്റ് ലെയേഴ്സ് ആയിട്ടാണ് നമ്മൾ മെയിൻലി അറിയേണ്ട ഒരു 4 ലെയേഴ്സ് ഉണ്ട്. അത് എന്താണ്? ഫസ്റ്റ് വന്നിട്ട് കണ്ടന്റ്. ഒരു മെറ്റാവേഴ്സിൽ കണ്ടന്റ് ആൻഡ് എക്സ്പീരിയൻസ് ഉണ്ടാവും. നമ്മൾ ഒരു മെറ്റാവേഴ്സ് എന്ന് പറയുന്നത്
ഒരു കണ്ടന്റ് ബേസ് ആയിരിക്കും. ഷോപ്പിംഗ് ആണെങ്കിൽ ഷോപ്പിംഗ്, NFT ആണെങ്കിൽ NFT, ഗെയിമിംഗ് ആണെങ്കിൽ ഗെയിമിംഗ്. അപ്പൊ അതിനൊരു കണ്ടന്റ് ഉണ്ടാവും. ആ കണ്ടന്റ് ബേസ് ആയിട്ടായിരിക്കും അത് ഡെവലപ്പ് ചെയ്തിരിക്കുക. ക്രിയേറ്റേഴ്സ് അത് ഡെവലപ്പ് ചെയ്യുന്നത് ഒരു കണ്ടന്റ് ബേസ് ആയിരിക്കും. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ ഒരു ഗെയിമിങ്ങിലാണെങ്കിൽ ആ ഗെയിമിങ്ങിന്റെ അകത്ത് പോയി ആ ഗെയിം എന്താണ്, നമ്മളൊരു അവതാറായിട്ട് പോയി ആ ഗെയിമിലുള്ള പല ഒരു സ്റ്റേജ് 1, സ്റ്റേജ് 2 ഉണ്ടാവും. ആ ഗെയിമിൽ പല റിവാർഡ്സ് ഉണ്ടാവും. ആ ഗെയിമിൽ നമ്മുടെ കൊലീഗ്സ് ഉണ്ടാവും. നിങ്ങൾക്ക് ഓരോ പവർ ഉണ്ടാവും. ഇപ്പോൾ ഗണ്ണാണെങ്കിൽ ഗൺ ഒരു യൂട്ടിലിറ്റിയാണ്, സോഡ് ആണെങ്കിൽ സോഡ് ഒരു യൂട്ടിലിറ്റിയാണ്. നമുക്ക് അങ്ങനെ ബൈക്ക് ഒരു യൂട്ടിലിറ്റിയാണ്. അപ്പൊ അതിന്റെ എക്സ്പീരിയൻസ് കാര്യങ്ങൾ അതനുസരിച്ചിട്ടായിരിക്കും ഒരു മെറ്റാവേഴ്സ് പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്യുക. കണ്ടന്റ് അനുസരിച്ചിട്ടായിരിക്കും അതിന്റെ എക്സ്പീരിയൻസ് ഡെവലപ്പ് ചെയ്യുക. ഇപ്പോൾ ഗെയിമിംഗ് ആണെങ്കിൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ് കൂടുതൽ, ആ കണ്ടന്റ് ഗെയിമിംഗ് കണ്ടന്റ് ആണെങ്കിൽ അതിലുള്ള എക്സ്പീരിയൻസ് എല്ലാം നിങ്ങൾക്ക് ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും. ഇപ്പൊ ഷോപ്പിംഗ് ആണ് ഒരു കണ്ടന്റ് ആണെങ്കിൽ നമുക്ക് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും അതിൽ കൂടുതൽ. അതേമാതിരി ട്രേഡിംഗ് ആണ് ഒരു കണ്ടന്റ് ആണെങ്കിൽ നമുക്കത് ട്രേഡിംഗ് ആയിരിക്കും. മീറ്റിംഗ് പ്ലാറ്റ്ഫോം ആണ് ഒരു കണ്ടന്റ് ആണെങ്കിൽ നമുക്ക് മീറ്റിങ്ങിനുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും അതിൽ കൂടുതൽ. പിന്നെ പറയുന്നത് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് നമുക്ക് ഏതൊരു പ്ലാറ്റ്ഫോമാണ് ഈ കണ്ടന്റ് എക്സ്പീരിയൻസ്, നമുക്ക് ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് മെറ്റാവേഴ്സിൽ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ആ പ്ലാറ്റ്ഫോമിൽ പല ഫെസിലിറ്റീസ് ഉണ്ടാവും. മെയിൻലി അത് 3 ഡയമെൻഷൻ ആയിട്ടായിരിക്കും അത് ക്രിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുക. ലൈക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു മീറ്റിംഗ് ആണ് ചെയ്യുന്നത്. നമുക്ക് ആ മീറ്റിങ്ങിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് പല രീതിക്കുള്ള അവതാർ സ്കിൻസ് ഉണ്ടാവും. കോട്ട്, ടൈ കാര്യങ്ങൾ ചെയ്യാം. നിങ്ങൾക്ക് സിഗ്നേച്ചർ ചെയ്യാനുള്ള ഒരു പേന, മൗണ്ട് ബ്ലാക്കിന്റെ പേന തന്നെ വേണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. അങ്ങനത്തെ പല എക്സ്പീരിയൻസ് ഉണ്ടാവും. അതേമാതിരി നിങ്ങൾക്ക് ആ മീറ്റിങ്ങിൽ ഏതെങ്കിലും ഡ്രസ് കോഡ് ഉണ്ടെങ്കിൽ ആ ഡ്രസ് കോഡിന്റെ കാര്യങ്ങൾ നമുക്ക് വാങ്ങിക്കാം. പ്ലാറ്റ്ഫോമിൽ 3D എക്സ്പീരിയൻസ് ആയിരിക്കും ഈ കാര്യങ്ങൾ. പിന്നെ പലതരം പ്ലാറ്റ്ഫോമിൽ മെറ്റാവേഴ്സിൽ പോകാൻ പല ഡീസെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷൻസ് നമ്മളെ സഹായിക്കുന്നുണ്ടാവും. ഇപ്പൊ NFT ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിലേക്കൊക്കെ പോകണമെങ്കിൽ അതിന്റെ ആപ്ലിക്കേഷൻസ് നമുക്ക് സഹായിക്കുന്നുണ്ടാവും. ഈ ഒരു കാര്യത്തിനാണ് നമ്മൾ കണ്ടന്റ് എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഒരു ലെയർ എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഹാർഡ്വെയർ. അത് അതില് കണ്ടന്റ് ഈ പ്ലാറ്റ്ഫോം ഏതൊരു ഹാർഡ്വെയർ ഉപയോഗിച്ച് ഏത് ഡിവൈസ് ചെയ്തിട്ടാണ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ്, ആക്സസറീസ്. ഇപ്പോൾ നമുക്ക് VR ഗ്ലാസസ്, വെർച്വൽ ഓഗ്മെന്റ് AR ഗ്ലാസസ് വേണം. പിന്നെ നമുക്ക് VR പ്ലാറ്റ്ഫോമുള്ള സെപ്റ്റിക് ഗ്ലൗസ് എന്ന് പറയും. അതേമാതിരി ഹാൻഡ് ഗാഡ്ജറ്റ് എന്ന് പറയും. പിന്നെ നമുക്ക് എക്സ്പീരിയൻസ്ഡ് ഗ്ലാസ് മിറർ എന്ന് പറയും. അങ്ങനെ പല ഗാഡ്ജറ്റ്സ് ആണ് നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ വേൾഡിൽ ഈ പ്ലാറ്റ്ഫോമിൽ പല കാര്യങ്ങളും നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും ഇൻഫ്രാസ്ട്രക്ചേഴ്സും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. ഈ കാര്യങ്ങൾ പിന്നെ ഇത് ഏത് നെറ്റ്വർക്ക്, അത് ഏത് സെമി കണ്ടക്ടേഴ്സ്, അതിന്റെ മെമ്മറി, ഇതൊക്കെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ഇതൊക്കെയാണ് ഈ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഹാർഡ്വെയറിൽ ഈ ലെയറിൽ വരിക. നാലാമത്തത് എനേബിൾസ് എന്ന് പറയും. അത് മെയിൻലി സെക്യൂരിറ്റി, നമ്മൾ പോകുന്ന സമയത്ത് നമ്മുടെ സെക്യൂരിറ്റി, പ്രൈവസി, പിന്നെ മെറ്റാവേഴ്സിന്റെ അതിന്റെ ഫയർ ഫങ്ഷനിങ് എന്ന് പറയും. നമ്മൾ ഒരു അവതാറായിട്ട് പോകുന്ന സമയത്ത് അതിനൊരു കോഡ്, അവതാർ കോഡ് ഉണ്ടാവും, യൂസർ നെയിം, പാസ്വേഡ് ഉണ്ടാവും, ലോഗിൻ കാര്യങ്ങൾ ഉണ്ടാവും. ഓരോരോ ആപ്ലിക്കേഷനിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വാലറ്റിലേക്ക് അത് മെറ്റാവേഴ്സ് ഐഡിയിലേക്ക് അത് ലിങ്ക് ആവും. ഓരോ കാര്യത്തിലേക്ക് പോകുമ്പോഴും ഓരോ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഉണ്ടാവും. അത് പിന്നുണ്ടാവും. നമുക്ക് പലതരം സെക്യൂരിറ്റി ഗാഡ്ജറ്റ് ഉണ്ടാവും. ചിലതിൽ നമ്മൾക്ക് ഇതായിരിക്കും ഫേസ് റെറ്റീന, അതായിരിക്കും ഫേസ് റീഡിങ് ആയിരിക്കും. ചിലതിൽ നമ്മുടെ ഫിംഗർ പ്രിന്റ് റീഡിങ് ആയിരിക്കും. കാരണം നമ്മളിത് നമ്മളെ ശരിക്കും ഒരു ഫിസിക്കൽ വേൾഡിൽ എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെയാണ് മെറ്റാവേഴ്സിൽ, വെർച്വൽ വേൾഡിൽ സൈൻ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ അത്രയ്ക്കും സെക്യൂരിറ്റി ആയിരിക്കണം. അപ്പൊ നമ്മൾ ഫിസിക്കൽ വേൾഡിൽ ഒരു ലാൻഡ് വാങ്ങി വിൽക്കുന്ന മാതിരി മെറ്റാവേഴ്സിൽ നമുക്കൊരു ലാൻഡ് വാങ്ങി വിൽക്കാൻ പറ്റും. അപ്പൊ നമ്മൾ എങ്ങനെയാണോ ഒരു ആധാരത്തിൽ ഒപ്പിടുന്നത്, അതേമാതിരി തന്നെയാണ് വെർച്വൽ വേൾഡിൽ നമ്മൾ പോയി ഒപ്പിടുന്നത്. അതിൻ്റെതായ വാല്യൂ ഉണ്ടാവും. നമ്മളിതൊരു ഗെയിം കളിക്കുന്ന ഒരു ലാഘവത്തോടെ അല്ല. അപ്പൊ അതിന്റെ സെക്യൂരിറ്റി കാര്യങ്ങളെല്ലാം അത്രയ്ക്കും എനേബിൾഡ് ആയിരിക്കും.
പിന്നെ അതേമാതിരി ടൂൾസും, പലതരം ടൂൾസ്, പേയ്മെന്റ് ഓപ്ഷൻസ്, കാര്യങ്ങൾ, ഇതെല്ലാം നമ്മളുടെ ഡെക്സിലായിരിക്കും, ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചസ് ആയിട്ട് ലിങ്ക് ആയിരിക്കും. മെറ്റാവേഴ്സിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാതെ ആ പ്ലാറ്റ്ഫോമിൽ തന്നെ ഇരുന്നു കൊണ്ട് വേരിയസ് പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം. ഒരിക്കലും ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് പുറത്തു വന്നിട്ട് അടുത്ത പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുക, പിന്നെ വീണ്ടും ഈ പ്ലാറ്റ്ഫോമിലേക്ക് പോകണ്ട. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് ഒരു NFT ടോക്കൺ കിട്ടി, അടുത്ത ലെവലിലേക്ക് പോകാൻ നിങ്ങൾക്ക് കൂടുതൽ ഇനോഫ് ഗെയിം ടോക്കൺ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന NFT അവിടുന്ന് തന്നെ സെല് ചെയ്യാം. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി NFT ആപ്ലിക്കേഷനിലേക്ക് പോയി ഓപ്പൺ സാൻഡോ അല്ലെങ്കിൽ ഓപ്പൺ സിയോ അല്ലെങ്കിൽ അങ്ങനെ പല ഇതിലേക്ക് പോയി അതിലേക്ക് ആ വാല്യൂ എന്താണോ അത് നമ്മുടെ വാലറ്റിലേക്ക് ആഡ് ചെയ്ത് ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി സ്മാർട്ട് കോൺട്രാക്ട് ആയിട്ട് പിന്നീട് നടക്കും. ഈ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമിൽ നിന്ന് പുറത്തു വന്ന് വീണ്ടും NFT പ്ലാറ്റ്ഫോമിലേക്ക് പോയി ആ NFT വാലറ്റിലേക്ക് അറ്റാച്ച് ചെയ്ത് അവിടെ ബൈ സെല്ലൊന്നും നിങ്ങൾ നടത്തണ്ട. ഇതെല്ലാം ഇതിന്റെ ടൂൾസ് എന്ന് പറയും. ഇതാണ് 4th ലെയറിൽ വരിക. ഈ 4 ലെയറാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മെറ്റാവേഴ്സ് നമ്മൾ മെയിൻലി മനസ്സിലാക്കേണ്ടത് ഒന്നുകൂടി പറയാം: കണ്ടന്റ് എക്സ്പീരിയൻസ്, പ്ലാറ്റ്ഫോം, ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഹാർഡ്വെയർ എനേബിൾഡ്. ഈ 4 ലെയറാണ് നമ്മൾ മെറ്റാവേഴ്സിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഈ 4 ലെയർ ഫങ്ഷൻ ആകുമ്പോഴാണ് നമ്മൾ ഈ മെറ്റാവേഴ്സിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, നമുക്ക് റവന്യൂ സോഴ്സും എല്ലാം വരുന്നത് ഈ 4 ലെയർ ഫങ്ഷൻ ആകുമ്പോഴാണ് നമുക്ക് വരുന്നത്. ഇനി മെറ്റാവേഴ്സിൽ നമ്മൾ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവതാറായിട്ടാണ് നമ്മൾ പോകുന്നത്. ഒരു അവതാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ റിപ്ലിക്ക ഓഫ് എ ഫിസിക്കൽ പേഴ്സൺ. എൻ്റെ ഒരു അവതാറായിട്ടായിരിക്കും ഞാൻ മെറ്റാവേഴ്സിലേക്ക് പോകുന്നത്.